അപ്പം നമുക്ക് ട്രൈ ചെയ്തപ്പോൾ മാവിൻ്റെ ഇലയൊക്കെ കൊടുന്ന് നമ്മൾ പുളിയും ഉപ്പും മുളകൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് എനിക്കറിയാം. യൂട്യൂബിൽ കണ്ടതുപോലെ ചെയ്യട്ടെ. യൂട്യൂബിൽ കണ്ട ഒരു ഇതാണ് മാവിൻ്റെ ഇലയിൽ കുറച്ച് പുളിയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഈർക്കൽ കുത്തുക. അതിനായിട്ട് ലാസ്റ്റത്തെ മാവിൻ്റെ ഇലയിൽ നമ്മൾ പുളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമ്മളുള്ളതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അധികം ഇട്ടാലും നമുക്ക് കൂടുതൽ എരിവാകും ചെയ്യും. പക്ഷെ അധികം ഇട്ടാൽ ഭയങ്കര എരിവാകും ഗൈസ്. പിന്നെ അത്യാവശ്യം ഇട്ടിട്ടുള്ളൂ. കൂടുതലിട്ടാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എരിവുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എത്രയോളി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. മാവിൻ്റെ ഇലയിൽ പുളിയൊക്കെ വെച്ചിട്ടുള്ള സംഭവം യൂട്യൂബിൽ കാണാൻ എപ്പോഴും ഞാനപ്പോൾ ട്രൈ വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് ട്രൈ ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ അതിലേക്ക് ഉപ്പും മുളക് പൊടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് മുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇട്ടിട്ട് ഇനി നമുക്ക് റാപ്പ് ചെയ്യാം. നമ്മൾ നല്ല റാപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ റാപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ഈർക്കിള വെച്ച് കുത്തി കൊടുക്കാം. നമ്മളങ്ങനെ ഈർക്കിള വെച്ചിട്ട് കുത്തുക കേട്ടോ. പോയതുകൊണ്ട് ഒന്നും കൂടെ ഈർക്കിള വെച്ചിട്ട് മടക്കി കുത്തേണ്ടി വരും. ഈർക്കിള വെച്ചിട്ട് നമ്മൾ കുത്തി. ഇനി നമുക്ക് അടുത്ത മാവിൻ്റെ ഇലയിൽ പുളി ഇടാം. ഇനി മുളക് പൊടി കഴിയുന്നതായതുകൊണ്ട് ഇനി മുളക് പൊടി ആവശ്യമെന്നാലും കുറച്ചും കൂടെ മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അതും റാപ്പ് ചെയ്ത് നമുക്ക് ഇനി ഈർക്കിള കുത്തി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ പിന്നെയും മാവിൻ്റെ ഇല അരിഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു വലിയ ഈർക്കിള എടുത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണം മുറിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ചെറിയ ഈർക്കിള കഷ്ണം മുറിച്ച് നമുക്ക് കുത്തി കൊടുക്കാം. കടപ്പള പോതി അല്ലെങ്കിൽ പിന്നെയും നമുക്ക് മാവിൻ്റെ ഇലയിലേക്ക് ആക്കിയിട്ട് വരും. മടിയെ കഴിച്ചു ഞാൻ മാവിൻ്റെ ഇല എപ്പോഴും പോയി റാപ്പ് ചെയ്യാം. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം. ഞാൻ ഉണ്ടാക്കിയായിട്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ അതിന് നമുക്ക് ഈർക്കിള കുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈർക്കിള കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ശരിയായി. ഇനി മൂന്നാമത്തെ നമുക്ക് ശരിയാക്കാം. അതിനായിട്ട് ഈർക്കിള നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് പിന്നെയും പോകുന്നു ഗൈസ്. ഈർക്കിള കുത്തി ഇത് നമുക്ക് അപ്പോൾ നമ്മൾ അടുത്ത മാവിൻ്റെ ഇലയിലേക്ക് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മുളകും അതുപോലെ തന്നെ നമ്മൾ ഉപ്പും മുളകും ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത മാറ്റം നമ്മൾ അതിൽ ഉപ്പും മുളകും ഇടുന്നുണ്ട്. നമ്മൾ ഉപ്പിന് ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കണം. മുളക് പൊടി ഞാൻ അധികം ഇട്ടിട്ടില്ല. എൻ്റെ അനിയൻ്റെ കയ്യിൽ കൂടുതലുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ. കുറച്ചിട്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ കയ്യിൽ നമുക്ക് ഇറുക്കിളിച്ച് കൊടുക്കാം. അങ്ങനെ അവൻ്റെത് കഴിഞ്ഞു. അവന് നമുക്ക് നേരെ പോയി ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ കൊലയം വന്നിട്ട് എടുത്തുന്നുണ്ട് എല്ലാവരും കൂടെ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ വൈകിട്ട് പറയുന്നുണ്ട് അമ്മമ്മ അറിയുന്നുണ്ട് എനിക്കും തരുമായിരിക്കും. അപ്പം അമ്മമ്മക്ക് ഇനി വേറെ ലൈവ് കിട്ടും. അപ്പോൾ അവനും കൊടുത്തു. ഞാനും ഒന്നെടുത്തു. ഇനി സാഗുന് കൊടുക്കണം. പിന്നെ അതിൻ്റെ പേര് സാഗുന്നുണ്ട്. അവനും കൊടുത്തു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എൻ്റെ തൊള്ളയിലിട്ട് മാവിൻ്റെ കടിച്ചു തന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തായാലും. ഞാൻ ഓന് പറയുന്നത് തുപ്പണം. ഞാൻ പറഞ്ഞ തുപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ തുപ്പണിട്ട് ചെയ്യാം. നമ്മൾ മാവിൻ്റെ കടിച്ചുകൊണ്ട് തന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് തുപ്പണം എന്നുള്ളത്. ഭയങ്കര പുളിയാണ് ഗൈസ്. അമ്മമ്മനോട് പറയുന്നത് കുറച്ച് ഇടയിൽ തരാമോ. അമ്മമ്മ ഭയങ്കര പുളിയാണ് അമ്മമ്മ എന്ന് പറയാനാണ്. അതാണ് നിങ്ങൾ ചെയ്തത്. അപ്പോഴാണ് തുപ്പിക്കളഞ്ഞ് നമുക്ക് ലാസ്റ്റിൽ കിട്ടും. ആയി ഗൈസ്. നമ്മൾ പുളി എടുത്തുകൊണ്ട് പുളി മാത്രം തിന്നാലോ. നമ്മൾ പുളി എടുത്തുകൊണ്ട് ഇനി നമുക്ക് പുളി എടുത്തുകൊണ്ട് പുളി മാത്രം തിന്നാട്ടോ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി തിന്നാൻ വായന വെള്ളം വരുന്നു. ഇനി ഞാൻ പറഞ്ഞു അനിയൻ്റെ എനിക്ക് വേണ്ടെങ്കിൽ എനിക്കെന്താണ് ഞാൻ ഒന്നും കൂടെ തിന്നിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഇനി ഒന്നും കൂടെ റാപ്പ് ചെയ്തിട്ട് നോക്കാം. വാരി വെച്ച നമ്മൾ ഒന്നാകെ കുത്തി കയറ്റി വെച്ചു. അങ്ങനെ ഇപ്പോൾ തടകാണ് കുത്തി കയറ്റി വെച്ച് ലാസ്റ്റിൽ പുളി മാത്രം തൊള്ളയിലിട്ടു. അപ്പോൾ അനിയൻ വന്നുകൊണ്ട്
നിങ്ങൾക്ക് വേണമെന്നുണ്ടോ ചോദിക്കണം, നിങ്ങളെന്താണ് ട്രൈ ചെയ്യുന്നവൻ പറയാം കേട്ടോ. ഞാൻ നമ്മൾ പുളി നല്ല പുളിയാട്ടോ, പറയണ്ടായി കൈസ്, അത്രയും പുളിയാട്ടോ. എല്ലാം ട്രൈ ചെയ്യണം ഡെഫിനറ്റ്ലി. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.